ഈ ചർച്ചയിൽ നമുക്കിപ്പം LDF പ്രതിനിധി ശ്രീ വെമ്പായം നസീർ കൂടി ചേരുന്നുണ്ട്. ശ്രീ വെമ്പായം നസീർ, കേൾക്കാമെങ്കിൽ? ഇവിടെ ശ്രീ രജിൻ ഉണ്ണിത്താനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നമുക്കറിയാം. പിണറായി വിജയൻ അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ മകൾ ഉൾപ്പെടെയുള്ള, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു, അതുകൊണ്ടാണ് ആ കേസിന് അത്രയധികം ഗൗരവം വരുന്നത്. മകളുടെ നേതൃത്വത്തിലുള്ള ആ കമ്പനി ഇത്രയും രൂപ വാങ്ങിയത് എന്തിൻ്റെ പേരിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED അന്വേഷിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മാസപ്പടിയായി പണം കൈപ്പറ്റിയ കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കൾ. അതൊക്കെ അവരുടെയൊക്കെ പേര് പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇതൊക്കെ ലഘൂകരിക്കുകയാണ് എന്നുള്ളതാണ്. ലഘൂകരിക്കുകയല്ല, ഇത് വളരെയധികം ഗൗരവം ഉള്ളത് കൊണ്ടാണ് ഈ സംഭവം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ED നിലവിൽ വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമ്പോൾ ഈ കേസ് വളരെ പ്രാധാന്യത്തോടെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് കോൺഗ്രസിന് മാത്രം ഒഴിയാൻ കഴിയുന്നത്? ശ്രീ വെമ്പായം നസീർ. ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം പറയാം. ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള പണ ഇടപാട് നടത്തിയിട്ടുള്ളവരാണ്. എന്നിട്ട് അവർ ഇപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ്. കോൺഗ്രസിന് ഇത് ഒട്ടും തന്നെ ഇതിൽ നിന്ന് ജാമ്യം എടുത്ത് മാറി നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും, ലീഗിന്റെ എല്ലാ നേതാക്കളും മാസപ്പടി അതുപോലെ മറ്റുള്ള കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവരുടെ മകളുടെ പേരിൽ ഒരു വാർത്ത വരികയും ED 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വിളിപ്പിച്ച് മൊഴി രേഖപ്പെടുത്തുകയും ഉണ്ടായി. ഇനിയിപ്പോ 29-ാം തീയതി ഒന്നും കൂടി വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, EDക്ക് കാര്യമായി തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവരെ ഒരു 5-8 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും EDക്ക് യാതൊരുവിധ തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഒന്നും കൂടി വിളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാമല്ലോ. എങ്ങനെയും വീണയെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ED കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് വിളിച്ച് എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഒന്നും EDക്ക് കിട്ടിയില്ല. അപ്പൊ ഒന്നും കൂടി എന്തൊക്കെയോ തെളിവുകളൊക്കെ കണ്ടെത്തി ഒന്നും കൂടി അവര് വിളിപ്പിച്ചിട്ട് 29. അപ്പോഴും എനിക്ക് പറയാനുള്ളത്, അപ്പോഴും ഒന്നും EDക്ക് കിട്ടൂല. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് ഇപ്പൊ നടക്കുന്നത്. രാഷ്ട്രീയ വേട്ടയാടൽ. എങ്ങനെയും പിണറായി വിജയന്റെ പിണറായിക്ക് നോവണമെങ്കിൽ പിണറായിയുടെ കുടുംബത്തിനെ ഒന്ന് കുത്തണം. അപ്പോ പിണറായിക്ക് നോവും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ED കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഈ ED പോലുള്ള SFI പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ വിട്ട് ഇത്തരത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള നേതാക്കളെ നിരന്തരം വേട്ടയാടുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഞാൻ ഇതോടൊപ്പം അടിവരയിട്ട് പറയുന്നു. 29-ാം തീയതി പോയാലും EDക്ക് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ കോൺഗ്രസ് നമുക്ക് നേരത്തെ അറിയാം, നമ്മുടെ സോണിയാഗാന്ധിയെ ഇതുപോലെ EDയും മറ്റുള്ള അന്വേഷണ ഏജൻസിയൊക്കെ മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെയും ഇതുപോലെ മണിക്കൂറുകളോളം വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളൂ. EDക്ക് യാതൊന്നും കിട്ടും. പിന്നെ സുതാര്യമായ രീതിയിലാണ് അവർ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സുതാര്യമായ ശമ്പളമാണ് അവർ കൈപ്പറ്റിയിട്ടുള്ളത്. അല്ല, അനധികൃതമായിട്ട് യാതൊന്നും വീണ വിജയൻ കൈപ്പറ്റിയിട്ടില്ല എന്ന് അതെല്ലാവർക്കും അറിയാം. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി വരികയാണ്.